ഗൗതം, എന്തായാലും നമുക്കിനി ഡൽഹിയിലേക്ക് പോകാം. അവിടെ ജിഷ്ണു തയ്യാറാണ്. ധാക്കയിലെ അമേരിക്കൻ സാന്നിധ്യം നിരീക്ഷിച്ച ഭാരതം അമേരിക്കൻ മുൻ അംബാസിഡറുടെ പതിവ് ബംഗ്ലാദേശ് സന്ദർശനങ്ങളും സംശയത്തിന്റെ നിഴലിലാണ്. രഹസ്യാന്വേഷണ ഏജൻസികൾ ബംഗ്ലാദേശിലെ US പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അടുത്തിടെ ധാക്കയിൽ US സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലും ദുരൂഹത ഏറുകയാണ്. പോസ്റ്റ്മോർട്ടം കൂടാതെയാണ് കമാൻഡ് ഇൻസ്പെക്ടർ ജനറലിന്റെ മൃതദേഹം US എംബസിക്ക് കൈമാറിയത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡൽഹിയിലെ ഓണവിശേഷം തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഡൽഹിയിൽ ഓണം ഇത്തവണയും? ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാവിലെ ദർശനം, അതിനുശേഷം ബ്യൂറോയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം, അങ്ങനെയൊക്കെ തന്നെയാണോ? ഗൗതം, രാഗി, നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഡൽഹിയിലെ ഓണാഘോഷം രാവിലെ നമ്മൾ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് മലയാളി സമൂഹത്തോടൊപ്പം ലൈവ് ഉണ്ടാകും പ്രേക്ഷകർക്ക് വേണ്ടി. ഒപ്പം ബ്യൂറോയിലും ഓണസദ്യ ഉണ്ടാകും. ഡൽഹി ഓണം നമുക്കറിയാം, ഓണത്തിൻ്റെ തിരുവോണ ദിവസം പ്രവൃത്തി ദിവസമാണെങ്കിൽ അതിനു മുൻപും അതിനുശേഷവുമുള്ള ദിവസങ്ങളിൽ ഡൽഹിയിലെ മലയാളി സമൂഹത്തിൻ്റെ ഓണാഘോഷം നമ്മൾ ജനം TV ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ വസതിയിൽ നിന്ന് തുടക്കം കുറിച്ചിരുന്നു. ഗംഭീരമായ പരിപാടി ായിരുന്നു. കേരളത്തിൻ്റെ പാരമ്പര്യ തനിമ ഒട്ടും ചോരാതെയുള്ള കളർഫുൾ ആയിട്ടൊരു ഓണാഘോഷം നമ്മൾ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് തുടങ്ങി വെച്ചു. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും, ഒപ്പം ശനി ഞായർ അവധി ദിവസങ്ങളിലുമായി വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ, മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലെല്ലാം ഓണാഘോഷം രാജ്യതലസ്ഥാനത്തുണ്ട്. തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ലൈവ് ഉണ്ടാകും. അതിനുശേഷം ബ്യൂറോയിൽ ഒരു ചെറിയ ഓണസദ്യ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തും ഓണാഘോഷം വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. ഗൗതം, കഴിഞ്ഞ കാലങ്ങളിൽ ഡൽഹിയിലുള്ള ആളാണ്. നമ്മൾ ഒരുമിച്ച് ഓണസദ്യ ഒരുപാട് ഉണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മളത് മിസ് ചെയ്യും. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ തന്നെയായിരിക്കും രാവിലെ ഓണാഘോഷത്തിന് ക്ഷേത്ര ദർശനവും ബാക്കിയുള്ള കാര്യപരിപാടികളും. ഗൗതം, എന്തായാലും ജിഷ്ണു, ഗൗതമിനെ വല്ലാതെ ഡൽഹി മിസ് ചെയ്യുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അല്ല രാഗി, അതിൻ്റെ സംഭവിച്ചാൽ ഡൽഹി എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഓണം ഉണ്ടല്ലോ, അത് എനിക്ക് കേരളത്തിൽ തന്നെ ആഘോഷിക്കണം. കാരണം 9 വർഷം ഞാൻ ഡൽഹിയിൽ നിന്നപ്പോൾ പലപ്പോഴും എനിക്ക് കേരളത്തിൻ്റെ ഈ മഹത്തായ സംസ്ഥാനത്ത് ഓണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡൽഹിയിലെ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എക്കാലവും ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഓർത്തിരിക്കുന്ന വലിയ സംഭവം. എനിക്ക് തോന്നുന്നു ഗൗതം അവിടെ 9 വർഷം ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു സമയത്ത് നല്ലൊരു റിലേഷൻസ് അവിടെ ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ബന്ധങ്ങൾ. തീർച്ചയായിട്ടും ആ ബന്ധങ്ങളൊക്കെ ഒരുപാട് ഗൗതമിന് മിസ് ചെയ്യും. എന്തായാലും നമുക്ക് ജിഷ്ണു, നമ്മൾ പറഞ്ഞു വന്നിരുന്ന വാർത്ത, ധാക്കയിലെ അമേരിക്കൻ സാന്നിധ്യം ഭാരതം നിരീക്ഷിക്കുകയാണ്. അമേരിക്കൻ മുൻ അംബാസിഡറുടെ പതിവ് ബംഗ്ലാദേശ് സന്ദർശനങ്ങളും സംശയത്തിന്റെ നിഴലിലാണ്. എങ്ങനെയാണ് ജിഷ്ണു, എന്താണ് നിലവിലെ സാഹചര്യം? രാഖി, ബംഗ്ലാദേശിലെ US-ൻ്റെയും ചൈനയുടെയും എല്ലാം ഇടപെടൽ ഭാരതം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. കാരണം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ പട്ടാള ഭരണവും പിന്നീട് ഇടക്കാല സർക്കാർ, മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരും പട്ടാളത്തിൻ്റെ ഭരണവും എല്ലാം ഏർപ്പെടുത്തുമ്പോഴും വളരെ കൃത്യമായൊരു ഭാരത വിരുദ്ധ നിലപാടിലേക്ക് ബംഗ്ലാദേശിൻ്റെ നയം മാറുന്നത് വളരെ കൃത്യമായി ഭാരതം തിരിച്ചറിഞ്ഞിരുന്നു. അത് ബംഗ്ലാദേശിൻ്റെ വിമോചന സമരത്തിൻ്റെ ചരിത്രത്തെ പോലും വളച്ചൊടിച്ചുകൊണ്ട് ആ വിമോചന സമരത്തിൽ ഭാരതത്തിന് യാതൊരു പങ്കുമില്ല എന്ന് നിലവിൽ ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ വിമോചന സമരത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ഭാരതത്തിൻ്റെ സൈന്യം നടത്തിയിട്ടുള്ള വീരോചിതമായിട്ടുള്ള ആ പോരാട്ടം നമുക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ മുതൽ തന്നെയും ബംഗ്ലാദേശ് ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങൾ നിലപാടിലേക്ക് പോകും എന്ന കൃത്യമായ തിരിച്ചറിവ് ഭാരതത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി അമേരിക്കയുടെയും ചൈനയുടെയും എല്ലാം പാകിസ്ഥാൻ്റെയും എല്ലാം ബംഗ്ലാദേശിലെ ഇടപെടലുകൾ ഭാരതം സസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് US സ്പെഷ്യൽ ഫോഴ്സിൻ്റെ കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ ടെറൻസ് ആർവെല്ലെ ജാക്സൺ ആണ് ധാക്കയിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല, പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ, കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താതെ ഈ ഉദ്യോഗസ്ഥൻ്റെ മൃതദേഹം US എംബസിക്ക് കൈമാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇൻ്റലിജൻസ് ഏജൻസികൾ വളരെ കൃത്യമായി തന്നെ
ധാക്കയിൽ US ഇടപെടലുകൾ പരിശോധിക്കുന്നു. സ്പെഷ്യൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, അമേരിക്കയുടെ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ സ്ഥിരമായി ബംഗ്ലാദേശിൽ സന്ദർശനം നടത്തുന്നു. ചില അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നു. ഭാരതത്തെ സംബന്ധിച്ച് അതിർത്തിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഭാരതത്തിൻ്റെ അതിർത്തിയിലേക്ക്, പ്രത്യേകിച്ച് വടക്കിഴക്കൻ മേഖലയിലേക്കും ബംഗാളിലേക്കുമെല്ലാം എത്രയും പെട്ടെന്ന് കടന്നെത്താവുന്ന അതിർത്തി പങ്കിടുന്ന രാജ്യം. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണവും ഈ അമേരിക്കയുടെ ഇൻട്രസ്റ്റും ഒപ്പം ചൈന ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ്റെയും ഇടപെടലുകളും ബംഗ്ലാദേശിലുള്ള പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ഭാരതം നിരീക്ഷിച്ചു വരികയാണ്. അടുത്തിടെ പാകിസ്ഥാൻ്റെ ഒരു ഡെലിഗേഷനും ധാക്ക സന്ദർശിച്ചിരുന്നു. അതിൽ പാക് ചാരസംഘടനയായിട്ടുള്ള ISIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനും ധാക്കയിലെത്തിയിരുന്നു എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ചൈനയും കൃത്യമായിട്ടുള്ള ഇടപെടൽ ധാക്കയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഷെയ്ഖ് ഹസീന ഭരണകൂടം ബംഗ്ലാദേശ് ഭരിച്ചപ്പോൾ ഭാരതവുമായി വളരെ ഊഷ്മളമായ സൗഹാർദ്ദമായ ബന്ധം മുൻപോട്ട് കൊണ്ടുപോയിരുന്നു. ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ അഭയം നൽകിയതും ഭാരതമാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള വേട്ടയിൽ അതിരൂക്ഷമായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഭാരതം ഉയർത്തിയിരുന്നു. അതിനുശേഷമാണ് ഒരു ഭാരത വിരുദ്ധ നിലപാടിലേക്ക് ബംഗ്ലാദേശ് കടന്നുപോകുന്നത്. ആ ഘട്ടത്തിൽ അമേരിക്കയുടെയും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും എല്ലാം ബംഗ്ലാദേശിലെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും അമേരിക്കയുടെ മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സ്ഥിരമായിട്ടുള്ള സന്ദർശനവുമെല്ലാം തന്നെ ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. രാഖി, ധാക്കയിലെ അമേരിക്കൻ സാന്നിധ്യം ഭാരതം കർശനമായി നിരീക്ഷിക്കുകയാണ് എന്നുള്ളതാണ് ജിഷ്ണു ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.